വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. ഇന്നത്തെ വിഷയം സുജിത് ഭക്തനാണെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. സൈബർ ബുള്ളിങ്ങിന് എതിരെ ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോയുടെ തുടക്കം ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ഇത് ബോഡി ഷെയ്മിങ് കമൻറ്റ്, അതിനെതിരെ ഇപ്പോൾ ഇങ്ങനെ ബോഡി ഷെയ്മിങ് കമൻറ്റുകളൊക്കെ ഒരുപാട് വരാറുണ്ട്. നിങ്ങൾക്കറിയാം, സുജിത് ഭക്തൻ്റെ ഭാര്യ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വണ്ണം കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസിന് താഴെ സാധാരണ വരാറുള്ള പോലത്തെ, അപ്പോൾ അത് കുറേ ഇങ്ങനെ കമൻസുകൾ കണ്ടപ്പോൾ അതിനെതിരെ ഒരുപാട് കമൻസുകൾ കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാവാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതങ്ങനെ അല്ലായിരുന്നു. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രത്തോളം ഗുരുതരമാണ്, സീരിയസ് ആണ്, സീനാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാൻ ഈ അനാവശ്യ ബോഡി പോസിറ്റിവിറ്റിക്ക് എതിരാണ്. എനിക്ക് വർക്കൗട്ട് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ബോഡി നല്ല ഫിറ്റായിട്ട് കൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്, ബോഡി ഷേമിങ്ങിനെ പോലെ തന്നെ കണ്ടുവരുന്നൊരു സാധനമാണ് അനാവശ്യ ബോഡി പോസിറ്റിവിറ്റി. ഒരാളിപ്പം തടി കൂടിയ ഒരാളാണെങ്കിൽ, തടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയാ, യു ആർ ഫാറ്റ്, യു നീഡ് ടു വർക്ക്ഔട്ട്, യു ഹാവ് ടു കം ടു എ ഹെൽത്തി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ വണ്ണം കുറച്ച് നല്ലൊരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ആളാവണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിന് പോലും സമ്മതിക്കില്ല. ഇപ്പോൾ ഒരാൾ ഫാറ്റ് ആണെങ്കിൽ അയാളോട് ഫാറ്റ് ആണ്, യു നീഡ് ടു വർക്കൗട്ട് എന്ന് പറയാൻ പോലും പറയുന്നത് എന്തോ പാപമായിട്ടാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേപോലെ സുന്ദരന്മാരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ബോഡി പോസിറ്റിവിറ്റി അങ്ങനെ അങ്ങ് താങ്ങി പിടിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യം, ഭംഗി, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ തടി ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അയാളോട് യു നീഡ് ടു കം ടു എ ഹെൽത്തി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെയുള്ള ക്രിറ്റിസിസത്തിനെ വരെ എതിർക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് വെറും പുച്ഛം മാത്രമാണ്. ഇൻ ദിസ് കേസ് സുജിത് ഭക്തൻ്റെ ഭാര്യയുടെ കേസാണെങ്കിലും ഐ വിൽ സേ, ആരോടാണെങ്കിലും ഞാൻ പറയും, ഷീ ഈസ് ഫാറ്റ്, ഷീ നീഡ് ടു വർക്കൗട്ട്, ഒരു ഹെൽത്തി ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലേക്ക് വരിക തന്നെ വേണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരാൾ ഫാറ്റ് ആണെങ്കിൽ അയാളോട് പറയണം, യു നീഡ് ടു വർക്കൗട്ട്, യു ആർ ഫാറ്റ്, യു നീഡ് ടു വർക്കൗട്ട്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരണമെന്ന് പറയാൻ തന്നെ വേണം. അല്ലാതെ നീ തടിയൊന്നും അല്ലടാ, എത്ര തടിയുള്ള ആളുടെ അടുത്ത് പോയിട്ട് നീ തടിയൊന്നും അല്ല, യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ, നിൻ്റെ ആ തടിയിൽ നീ സ്വയം പുളകം കൊള്ളണം, കൊളസ്ട്രോളും ഫാറ്റി ലിവറും എല്ലാം ഉണ്ടെങ്കിലും നീ എത്രയും വേഗം ചത്തുപോകും, എന്നാൽ കൂടി നീ ഭയങ്കര സുന്ദരനാണ്, സീനാണ്, സെറ്റാണ്, നീ വർക്കൗട്ടൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നത് എന്നോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അവരോട് പറയാനാണ് അവർ യു ആർ ഫാറ്റ്, യു നീഡ് ടു വർക്കൗട്ട്, യു ആർ നോട്ട് ഹെൽത്തി എന്ന് തന്നെ പറയാൻ വേണം. ഓക്കെ, അതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല പ്രവൃത്തി എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുവിലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനാണ് ഇവർ ഈ വീഡിയോ ചെയ്തത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം. വെച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബോഡി ഷേമിംഗ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ? നമ്മൾ പലതവണ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബോഡി ഷേമിങ്ങിനെ പറ്റി. ഇത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് അതിനകത്ത് സംതിങ് പേഴ്സണലും കൂടി ഉണ്ട്. അത് നമ്മൾ അതിനകത്തേക്ക് വരാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണം എത്ര വർഷമായി? 7 ആവുന്നു. 7 വർഷമായോ? ഈ വർഷം ഓഗസ്റ്റ് 29 വരുമ്പോൾ 7 വർഷം ആവുന്നു. ഈ 7 വർഷത്തിനിടയ്ക്ക് എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള പല ആൾക്കും അറിയാം, ഞങ്ങൾ പല രീതിയിൽ ബോഡി ഷേമിംഗ്, പ്രത്യേകിച്ച് ശ്വേത ബോഡി ഷേമിംഗ് നേരിടുന്ന ഒരാളാണ്. ശരിയാണ്, ഇച്ചിരി തടിയുണ്ട്. എനിക്കാണെങ്കിൽ ഇച്ചിരി വയറുണ്ട്, ശ്വേതക്കാണെങ്കിൽ ഇച്ചിരി തടിയുണ്ട്. അതിനകത്ത് പല റീസൺസ് ഉണ്ടാവും. ഒരാൾക്ക് തടി ഉണ്ട് എന്നുള്ളതിന് പല റീസൺസ് ഉണ്ടാവും. അപ്പൊ അത് ബോഡി ഷേമിംഗ് ചെയ്ത് തടി കുറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി കുറക്കണം എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ കമ്പനി വരുന്ന ആളുകൾ ധാരാളം ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് സ്നേഹത്തോടെ എന്തെങ്കിലും അശ്വാസം വരും. തടിച്ചുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കുറെ മെലിഞ്ഞുള്ള ആൾക്കാർ ഇവരെ ഫേസ് ചെയ്യുന്ന, ഇരുണ്ടിരിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, ഈ മെലിഞ്ഞോറ കേസിലോ അല്ലെങ്കിൽ കളറ് ഉള്ള അങ്ങനെയുള്ള കേസൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ തടിച്ചിരുന്നിട്ടും അതിനെ ന്യായീകരിക്കുന്ന, അത് പറഞ്ഞ് ഇത് ഓക്കെ ആണ് എന്ന് കൊണ്ട് നടക്കുന്നവരുടെ കേസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. ബാക്കിയുള്ളതൊന്നും ഞാനങ്ങനെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം മെലിഞ്ഞിരുന്നാലോ അങ്ങനത്തെ കാര്യങ്ങൾ, മെലിഞ്ഞിരുന്നാലോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ കളറിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ ആളുകൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് തടിച്ചിരുന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് കേട്ടിട്ടാണ്. 2 കാലില്ലാത്തവർ വരെ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോവുക, പാരാഒളിമ്പിക്സ് നിങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെയല്ലേ പറയാം, അതിൽ വരെ കൈയും കാലും ഇല്ലാത്തവർ വരെയാണ് വന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്, മെഡലുകൾ വിജയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തടിച്ചിരുന്നിട്ട് അതിനെ ന്യായീകരിച്ച് ഓരോ എക്സ്ക്യൂസുകൾ പറയുന്നത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ക്രിറ്റിസിസം വേറെ ലെവലിലേക്ക് കടന്നു പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു വിഷമം എന്നുള്ളതല്ല ആക്ച്വലി ആണ് വരുന്നത്. അത് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 6-7 മാസമായിട്ട് നമ്മളിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു മാനസിക രോഗി കാരണം. അതിനെപ്പറ്റി ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ത്രീയെ
സെക്ഷലി ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് ഇട്ടാൽ മാത്രമാണ് ശരിക്കും നമ്മൾ പണിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ തടിച്ചിന്ന് വിളിച്ചു ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ മറ്റേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തിയുടെ ഭാഷ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പലരുടെയും വിചാരം. പക്ഷേ നമുക്ക് വരുന്ന മെയിലുകളൊക്കെ അതിൽ കടന്ന രീതിയിൽ ഒക്കെ തന്നെയാണ് മെയിലുകൾ വരുന്നത്. നമുക്ക് കോൺടാക്റ്റിലേക്ക് വരാം അതൊക്കെ ഇല്ലേ. അപ്പോൾ അതിലും വൃത്തിയുടെ ഭാഷയിലുള്ള മെയിലുകളാണ് വരുന്നത്. പക്ഷേ ഈ മെയിൽ അയക്കുന്ന ആൾക്കോ കമന്റ് ഇടുന്ന ആൾക്കോ അയാളുടെ വിചാരം നമ്മൾ ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്. അപ്പോ ശരിക്കും ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷ മാറ്റി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാണല്ലോ അത് ആരാണ്, അവൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതം കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അങ്ങനെ പറ്റും. അതാണ് നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവരെ തല്ലിയിട്ട് എനിക്ക് അവരെ തല്ലണം, എനിക്ക് അവരെ തല്ലി, ഞാൻ അവരുടെ മുഖത്ത് നോക്കി തല്ലി, മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചാൽ അവൻ നിന്നേരത്തൊന്നുമില്ലായിരിക്കും, അവരെ എന്തെങ്കിലും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവർ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അതെന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൂട്ടക്കൊലപാതകം വരെ നടത്തിയിട്ട് ആൾക്കാർ ഈസി ആയിട്ട് ഊരിപ്പോരുന്ന ആളുകളുണ്ട്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ശരിയാണ്, കമന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നിയമത്തിന്റെ വഴിയെ പോകാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമത്തിന്റെ വഴി വലിയ പാഠം പഠിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവന്മാരൊക്കെ ഈസി ആയിട്ട് പുല്ല് പോലെ ഇറങ്ങിപ്പോരും. അവന്റെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് തന്നെ എന്തുമാത്രം ദേഷ്യം വന്നറിയോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവർക്ക് എന്തുമാത്രം ഇതായി കാണുന്നത്. എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ഇവർക്കെതിരെ വന്ന കമന്റ് കണ്ടിട്ട് ദേഷ്യം വരേണ്ട യാതൊരു കാര്യം എനിക്കില്ല. പക്ഷേ എനിക്ക് പോലും അത്രമാത്രം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവന്റെ എഴുതി വിട്ടേക്കുന്നതിന്റെ ലെവൽ എന്തൊക്കെയാണെന്ന്. മുന്നോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുതരാം. എനിക്ക് തന്നെ ഇത്രയും ദേഷ്യം വന്നു. സോ ഇവനെ വീട്ടിൽ കയറി തല്ലണം, കൊടുക്കണം, പൊട്ടിക്കണം എന്നൊക്കെ തോന്നിയതിൽ യാതൊരു സുജിത് ഭക്തന് തോന്നിയതില്ല. ഇവർക്കെതിരെയാണല്ലോ ഈ കമന്റുകൾ വരുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ തോന്നിയതിൽ യാതൊരു തെറ്റും ഞാൻ പറയുന്നില്ല. പിന്നെ തല്ലല്ല, അതിൽ കൂടുതലാണ് ചെയ്യണം, എന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവന് നിയമത്തിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നും കിട്ടുന്ന എന്തായാലും കിട്ടൂല. സെയിം ഭാഷ ഇത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ ദിവസവും പുതിയ ഇമെയിൽ ഇവനാണോ ഇവളാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യേണ്ടിയിരിക്കും. ആരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു ഇമെയിൽ ഐഡി ഉണ്ടാക്കും. എന്നിട്ട് ആദ്യം നമുക്കൊരു മെയിൽ അയക്കും. എന്നിട്ട് അതിനകത്ത് കുറെ CC ഉണ്ടാവും. ഈ CC വെക്കുന്ന ടീമുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീമുകൾക്കും CC അയക്കും. അതായത് ഇന്ന് ഞങ്ങൾ എടുത്ത വീഡിയോ സലീഷേട്ടന്റെ കൂടെയുള്ള വീഡിയോ ആണെങ്കിൽ സലീഷേട്ടന്റെ സലീഷേട്ടനുള്ള മെയില് മുതലാളിക്ക് SR ജംഗൽ റിസോർട്ടിന്റെ എത്രയൊക്കെ ഉണ്ടോ അതിനെല്ലാം നിതിൻ ഗഡ്കരിക്ക് ഒരു മെയിൽ അയക്കും. നിതിൻ ഗഡ്കരി എന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഞാൻ പറയാം. അപ്പൊ നിലവിൽ ഞാനൊരു കുറച്ച് 10-15 ഭയങ്കര വിടുക. ഇവന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം. അതായത് എൻക്വയറി റിഗാർഡിംഗ് പെറ്റ്സ് എന്താ ഞാൻ വഴിയെ പറയാം. എലിഫന്റ് റമ്മേജ്, ഫാറ്റി ശ്വേത ഭക്തൻ, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ്, ഫ്രോഡ് ഭക്തൻ, പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ, ഫ്രോഡ്സ്റ്റർ ഭക്തൻ, ഫ്രോഡ് കക്കൂസ ഭക്തൻ, തടിച്ചി, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി വൈഫ്, ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇമെയിലിന്റെ ടൈറ്റിൽസ് പോകുന്നത്. അപ്പോ April 18 നമുക്ക് വന്ന ഇമെയിലാണ്. We would be interested in getting a new flat at National Kingdom Kochi provided pets are allowed എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന്. It looks like a flat owner by name Sujit Bhaktan has housed an elephant by name Shweta as shown in his house. Probably is it okay to keep pets? Please confirm എന്ന് ചോദിച്ചോണ്ട് അതാണ് അയച്ചിരിക്കുന്നത്. എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന്, ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞങ്ങൾ വളർത്തുവാണെന്നാണ് ഈ നായിന്റെ മുൻ മെയിൽ അയച്ചിരിക്കുന്നത്. പറയും ഞാൻ അതിന്റെ അപ്പുറത്തെ ഭാഷ പറയും. മ്യൂട്ട് ചെയ്തോ നിങ്ങൾക്ക് എന്താ ചെയ്യുമോ. അല്ല ഇവനിങ്ങനെ പറയുന്നത് എനിക്ക് ഫസ്റ്റേഷൻ തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അത്ര അത് ഒരു മെയില്. പിന്നെ പറയാതെ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ 91 നല്ല വിളിക്കേണ്ടത്, അതിൽ കൂടുതൽ വിളിക്കണവരെ. ഒരു മെയിൽ അത് OCFRK@gmail.com എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇമെയിൽ ഐ ഡി ശ്വേത മെയിൽ ഐ ഡി അയച്ചിട്ടുണ്ട്. അത് OCFRK@gmail.com എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇമെയിൽ ഐ ഡി ശ്വേത മെയിൽ ഐ ഡി അയച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ 2 മെയിലും. അതിനുശേഷം April 20 2 ദിവസം കഴിഞ്ഞിട്ട് എലിഫന്റ് റമ്മേജ്. അപ്പൊ നമ്മൾ ആനക്കട്ടിയിൽ റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം. അപ്പം സെയിം ഇമെയിൽ ഐഡിയിൽ നിന്ന് ഇവർ അയച്ചു SR ജംഗൽ റിസോർട്ട്, info@SR ജംഗൽ റിസോർട്ട്, booking@SR ജംഗൽ റിസോർട്ട്. പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണി ചായന്, ഫാസിൽ ബ്രോന്, സുനിൽ കാൻഡിക്ക്, പിന്നെ മലബാർ ഗ്രൂപ്പിന് അയച്ചിട്ടുണ്ട്. മലബാർ ഗോൾഡിന് അവർക്ക് അയച്ചേക്കുന്നു. റിബൽ സിറ്റി ഡിസ്റ്റിലറി അങ്ങ് അയർലൻഡിലുള്ള ടേസ്റ്റ് ഡിബിൾസിന്റെ ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുക, ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്? ലാസ്റ്റ് ഡേ വി ഹേർഡ് ആൻ എലിഫന്റ് ബൈ നെയിം ശ്വേത ഭക്തൻ rummaged into your resort, ate everything you had in the resort, leaving everyone without food for decades, and then put feces everywhere, farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു. And how much did the cheap guy Sujit Bhaktan pay to get his book written, and who wrote the book for him എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കണം. എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇൻസൾട്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇവൻ അയക്കുന്നേ? എന്തായാലും നല്ല ഒരു പറഞ്ഞല്ലോ നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ തന്നെയാണ് ഈ സംഭവം അയക്കുന്നത്. നമുക്ക് ആ വാക്കുകളുടെ ഉപയോഗം, ഇംഗ്ലീഷിന്റെ ഒക്കെ ഉപയോഗമൊക്കെ കണ്ടിട്ട് സെറ്റപ്പ് രീതിയിലൊക്കെയാണ് മെയിൽ അയക്കുന്നത്. ഇംഗ്ലീഷിന്റെ ആ ഉപയോഗമൊക്കെ കണ്ടിട്ട് എന്തായാലും നല്ല രീതിയിൽ പഠിപ്പ്, വിദ്യാഭ്യാസം, വിവരമുള്ള
ഏതോ ഒരു അലവലാതി നായ തന്നെയാണ് ഈ സാധനം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട്. അതും ചില്ലറ വെറുതെ അങ്ങ് ഇവർക്ക് മെയിലയക്കൽ ആണെങ്കിൽ പോട്ടെ, ഇവർ വെറുതെ ചില്ലറ ചുമ്മാ ഇരുന്നൊരു തട്ടിക്കൂട്ട് മെയിൽ പരിപാടികളൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലായി ഇവൻ എന്തുമാത്രം ടൈം എടുത്ത് ഈ സംഭവങ്ങൾ ചെയ്യുന്നേ. ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഇവൻ എങ്ങനെ ഈ മെയിൽ ഐ ഡി കണ്ടുപിടിക്കുന്നേ? ഈ മെയിൽ ഐ ഡി ഇത്രത്തോളം CC വെക്കാനായിട്ട് ഇത്രയും മെയിൽ ഐ ഡി കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലോ. അത്ര മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് അവരെല്ലാം CC വെച്ച് ഈ സാധനങ്ങളെല്ലാം ഇതുമാത്രം ടൈപ്പ് ചെയ്ത് അയക്കാൻ ഇവന് പണിയൊന്നും ഇല്ല എന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ആലോചിച്ചത്. ഇത് തന്നെ ഇവൻ്റെ ഒരു തൊഴിലാണോ ഇത്? അടുത്ത മെയിൽ ഫാറ്റി ശ്വേത ഭക്തൻ. എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയില April 27 തമ്പുരാൻ jomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജുവൻ നായർ, പിന്നെ കോൺടാക്ട് ഓട്ടോബയോഗ്രഫി, പിന്നെ ഈബിൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാർക്ക് അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റി എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കി ആൾക്കാരൊന്നും പറയാനൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ല. അപ്പൊ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു. ഈബിൾ ജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈബിൾ ജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബിളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദർശിനിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ. അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി എന്തോടെ എഴുതിയോ? എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി എഴുതി. എന്നെ പറ്റി എന്താണെന്ന് എഴുതിയോ? നീ ആരോട് എന്തോടെ ചെയ്തോ? പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന ഒരു റൈറ്റ്സും ഇല്ല. ഇതേ ഒരാളാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇവന്റെ തടിച്ച് ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ച് കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാളി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ച് കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് കണ്ടല്ലേ എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ മുൻപിൽ നിന്ന് വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. IMB ട്രിപ്പ് ഫുൾ മസാല ദോശയും മെഴുകി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം. ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവന് 1/4 മണിക്കൂർ വേണം. ഭക്തന് അടിപ്പോഫില ഉള്ളതുകൊണ്ട് ഋഷി പൊട്ടനുണ്ടായി. വലുതാവുമ്പോൾ പൊണ്ണത്തടിച്ചിയുടെ മോൻ എന്ന് നാട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാനുള്ളവനാണെന്നൊക്കെ പറഞ്ഞുള്ള അത്രയ്ക്ക് വൃത്തിയായിട്ട് രീതിയിൽ. പിന്നെ നെക്സ്റ്റ് ഡേ അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ടൈപ്പ് ചെയ്ത് ഇത്രയും ഇമെയിൽ ID കണ്ടുപിടിച്ച് ഇത്രയും സാധനങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം തന്നെ എന്തുമാത്രം സമയം പോവും. ഇവന് വേറെ പണിയൊന്നും ഇല്ലേ? അത് ഇത് തന്നെ ഒരു തൊഴിലാണ്. ഇവൻ ഇനി ഇങ്ങനെ മെയിൽ അയച്ചും കമന്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പൈസ കിട്ടുന്ന സ്കീം വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്കീം ഉണ്ടെങ്കിൽ ഞാനും അങ്ങ് തുടങ്ങാറുന്നത് അല്ലേ? വെറുതെ ഇരുന്ന ആൾക്കാർ ഇങ്ങനെ ഇമെയിൽ IDക്ക് മെയിൽ അയക്കുക, കമന്റ് ഇടുക, തെറി വിളിച്ച് കമന്റ് ഇടുക. അങ്ങനെ യൂട്യൂബ് പൈസ തരുന്ന എന്തെങ്കിലും സ്കീം ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ താഴെ കമന്റ് ചെയ്തു. അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവന് തിരക്കുകളൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ ഇവരുടെ വീഡിയോയും കണ്ടിട്ട് ഇത്രയും CC ഇമെയിലുകളും കണ്ടുപിടിച്ച് അവർക്ക് എങ്ങനെ ഇങ്ങനെ കമന്റ് ചെയ്യാൻ സമയം കിട്ടുന്ന ഞാൻ ആലോചിക്കുന്നത്. മറ്റു പണിയുള്ള ഒരാൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇവന് പൈസ കൊടുത്ത് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇവനെ ജോലിക്ക് വേണ്ടി ഒരാളെ ഇങ്ങനെ മാസ ശമ്പളം കൊടുത്തിട്ട് ആരെങ്കിലും വെച്ചേക്കുന്നതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ജോലി സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ ഇങ്ങനെ മറ്റുള്ളവരെ തെറി വിളിച്ച് കമന്റ് ഇടാനും ഇമെയിൽ അയക്കാനും ജോലി വേക്കൻസി വല്ലതും ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക, എനിക്ക് മെസ്സേജ് കേട്ടോ, ഞാൻ വരാം. എന്ത് സുഖമല്ല ഇങ്ങനെ വീഡിയോ കാണുക തെറി വിളിക്കുക, വീഡിയോ കാണുക തെറി വിളിക്കുക. വെറുതെ പൈസ കിട്ടുമെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ജോബ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചോ. പിന്നെ അടുത്ത മെയിൽ ഫാറ്റി ശ്വേത ഭക്തൻ തമ്പാനൂർ തുമ്പി. പിന്നെ അതാർക്ക് അയച്ചേക്കുന്നത് അനിട്ട് ടീച്ചർ. നമ്മൾ ആ ബോബിറ്റിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവരുടെ വീഡിയോ എടുത്ത സമയത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പൊണ്ണത്തൊടിച്ചൊക്കെ അങ്ങനെ വീട്ടിൽ കയറ്റുന്നു, വീട് മൊത്തം തിന്നു കയറും, പണിയെടുക്കാൻ മടിയായതുകൊണ്ട് തോട്ടത്തിൽ ഇറങ്ങിയില്ല, ആന കരിമ്പിൽ കാട്ടി കയറിയ പോലെ വീട്ടിൽ കയറ്റിയ പറമ്പിൽ കയറില്ല, അല്പൻ പരനാറി കക്കൂസ് റിവ്യൂ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ. എന്നിട്ട് പ്രാക്ക കുറെ എന്താ പറയുക നശിച്ചു പോകും, അങ്ങനെ പോകും. ഞാൻ തിരിച്ച് മെയിൽ അയച്ചു, നീ ആണാണ് പോടാ പുല്ലേ, നീ ആണാണ് നേരിട്ട് വേണം പറഞ്ഞ് മെയിൽ അയച്ചു. അന്നേരം തിരിച്ച് റിപ്ലൈ ചെയ്തേക്കോളെ, നീ വിളിക്കുന്ന ഏത് എടുത്തു വരാൻ നിന്റെ പൊട്ടൻ തന്ന രഘുനാഥ ഭക്തനോട് പറ, ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം യു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഞാൻ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. അവൻ പ്രൊവോക്ക് ആവണം. അത് പ്രൊവോക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, നിനക്ക് ഇതിന് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എനിക്കറിയില്ല, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു വെക്കണം, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്, ദയവായി എന്റെ ഭാര്യയും മകനെയും കുടുംബത്തെയും വെറുതെ വിടുക ഞാൻ പറഞ്ഞു. അതിന് റെസ്പോൺസ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവര് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാള് ഇവനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സ്വന്തമായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ തീർക്കുന്നത്? അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രയോജനമാണ്? ഇവർക്ക് ഞാൻ നേരത്തെ ചോദിച്ചാൽ പൈസ വല്ലതും കിട്ടുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? പിന്നെ ഇവൻ ഈ വീഡിയോയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവന്റെ ഓവർ കോൺഫിഡൻസ് ആണ്, ഇവനെ പിടിക്കൂല എന്നൊക്കെയുള്ള ഇവന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാവണം ഇവൻ വന്ന് ഈ വീഡിയോയിലും കമന്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല, എൻ്റെ മേൽ കയറാതെ ആ തടി കുറച്ച് കാണിക്ക്, അതാണ് ഹീറോയിസം. അല്ലാതെ പൊണ്ണത്തടിച്ച് ആശ്വാസ കമ്മിറ്റിക്കാരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി കുണുവാവ ഭക്തൻ ഇതുപോലുള്ള വീഡിയോ ഇടല്ലേ.
ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് ആശ്വാസം കിട്ടിയാലും പൊണ്ണത്തടിച്ച് വീണ്ടും പൊണ്ണത്തടിച്ച് തന്നെ അല്ലേ? ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ ആളുകൾക്ക് മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യാനും സ്വന്തം അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അതൊക്കെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അപ്പുറമാണ് ഇവൻ കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മ സാധനങ്ങളൊക്കെ. ഇതിനൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കൂട്ടാൻ പറ്റൂല. ഇവൻ എന്റെ കൈ കിട്ടിയാൽ അത് എപ്പോഴാണെങ്കിലും ഞാൻ നിനക്ക് തോന്നുന്നു നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും നിന്നെ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാം. അത് ഉറപ്പായിട്ടും ഞാൻ തല്ലിയിരിക്കും. എനിക്ക് ഈ മെയിൽ വായിച്ചിട്ട് എന്തുമാത്രം കരിപ്പായെന്നറിയോ? ഈ പുള്ളിക്കാരനിപ്പം ഇവനെ തല്ലിയിട്ട് ജയിലിൽ പോകുന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ഈ മെയിൽ ഇവൻ അയച്ച ഈ ഇമെയിലുകളും കമൻറ്റുകളും കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നറിയാം, ഇവൻ്റെ ഈ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന തടിയിലോട്ട് ഇങ്ങനെ പരത്തി അങ്ങോട്ട് വെച്ചിട്ട് നല്ല തുരുമ്പിച്ച വെട്ടുകത്തി എടുത്ത് ഇവൻ്റെ ഓരോ വിരലും ഇവൻ്റെ എല്ലാ വിരലും കൊത്തി നുറുക്കിയിട്ട്, മുറിച്ചുള്ള കത്തി എടുക്കില്ല, തുരുമ്പിച്ച കത്തി തന്നെ എടുക്കണം. തുരുമ്പിച്ച കത്തി എടുത്ത് ഇവൻ്റെ ഓരോ വിരലും വെട്ടി നുറുക്കിയിട്ട് ഇവൻ ആ കൈ സെപ്റ്റിക്കായി ഇൻഫെക്റ്റഡ് ആയിട്ട് പഴുത്തളിഞ്ഞ് ബാൻഡേഡും ചുറ്റി ഇവൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് യൂട്യൂബ് എടുത്ത് ഇവരുടെ വീഡിയോ പ്ലേ ചെയ്ത് ഇവൻ്റെ അടുത്ത് കൊണ്ട് ഫോൺ ഇട്ട് കൊടുത്തിട്ട് പറയണം ഇടം മേരെ എനിക്ക് കമൻറ്റ്. അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നത്. ഈ കമൻ്റെല്ലാം എനിക്കറിയില്ല ഗൈസ്. ഞാനും മാടമ്പള്ളിയിലെ മനോരോഗി ഞാനാണോ എന്ന് തോന്നിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എനിക്ക് വന്നത് ഈ ഇമെയിലും കമൻറ്റൊക്കെ കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടന്ന സൈക്കോ പുറത്ത് വന്നു ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ രണ്ടാമത്തെ കാണുന്നത്. ഇപ്പം എനിക്ക് അത്ര തോന്നുന്നില്ല, എങ്കിലും ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഫീലുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ ഇവർ ഈ അടി കൊടുത്തിട്ട് ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇവരിത് 4-5 ദിവസം മുന്നേറ്റൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഫോളോ അപ്പ് ആയിട്ട് ഇവർ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇവർ ഇയാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ പോലീസിൻ്റെ സഹായത്തോടെ. അതിലല്ലാതെ ഇവരുടെ വീഡിയോ കണ്ടിട്ട് മറ്റ് ഫ്രീലാൻസ് ആയിട്ടുള്ള ഹാക്കേഴ്സ്, എത്തിക്കൽ ഹാക്കേഴ്സ് എല്ലാം ഇവരെ കോൺടാക്ട് ചെയ്ത് അവർ വഴിയും പോലീസ് വഴിയും എല്ലാം കൂടെ സെർച്ച് ചെയ്തിട്ട് ഇവരെ ആക്ച്വലി ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഇതുവരെ ആളെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. നമുക്ക് ആ രണ്ടാമത്തെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ, കാരണം അതിനകത്ത് 99% നമ്മൾ കൺഫേംഡ് ആണ്. കൺഫേംഡ് ആക്ച്വലി 100% കൺഫേംഡ് ആണ്. പക്ഷേ ഇത് പറയാനായിട്ട് നമുക്കൊരു പരിമിതി മാത്രമല്ല, അല്ലെങ്കിൽ സംതിങ് എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോ നമ്മളിത് പറയും, ഇതിനെ റിവീൽ ചെയ്യും. ഇവനാണ് ആളെ പെണ്ണല്ല, ഇവനാണ്. ഇതിനെ നമ്മൾ റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങളെ കാണിച്ചിരിക്കും. ലീഗൽ സൈഡ് അവനെ കൂട്ടിയിരിക്കും. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. ഇവനെ പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇവന്റെ ആ കമന്റ്സിലും മെയിൽസിലും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, ഇവൻ ഇന്ത്യയിലെല്ലാം ഇപ്പൊ പറഞ്ഞു, അത് തന്നെയായിരിക്കും ഇവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. കാരണം ഇത് ഓൺലൈൻ ബുള്ളിങ് ആണ്. കൊലപാതകം ചെയ്തവർ വരെ ഈസി ആയിട്ട് ഊരി പോകുന്ന സിറ്റുവേഷൻ ഉള്ള നാടാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ സൈബർ ബുള്ളിങ് ചെയ്താൽ പോലും വലിയ ശിക്ഷയൊന്നും കിട്ടൂല. അപ്പം ഇന്ത്യക്ക് പുറത്ത് ഇരുന്നിട്ട് ഇവൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇവന് അത്രത്തോളം കോൺഫിഡൻസ് ആണ്. ഇവന് അവിടെ വന്ന് ഇവർ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള നല്ല കോൺഫിഡൻസ് ഇവന്റെ ആ മെയിൽ ഇവൻ അയക്കുന്ന എല്ലാ മെസ്സേജുകളിലും കാണാറുണ്ട്. വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ എത്തിക്കൽ ഹാക്കേഴ്സും ബാക്കിയുള്ള ആൾക്കാരും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. കുറെ ആളുകൾ കോൺടാക്ട് ചെയ്ത് ഇവന്റെ കുറെ ഡീറ്റെയിൽസ് പല ആൾക്കാരും പല രീതിയിൽ എടുത്തു തന്നു. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ച് വെച്ച ഫൈൻഡിങ്ങും എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും 5-6 പേര് കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും IP അഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഒരാളുടെ അടുത്തേക്കാണ് എത്തുന്നത്. ആ നാട്ടിൽ ആ ആള് അമേരിക്കയിലാണ്, ബോസ്റ്റണിലാണ്. ഇത്ര മാത്രം ഞാൻ പറയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ഈ ബോസ്റ്റണിൽ ഉള്ള ഇവന്റെ അടുത്തേക്ക് ഇവനെ കുറച്ച് ഹിസ്റ്ററി കൂടെ പറഞ്ഞു കൊടുക്കാം. ഇവൻ നാട്ടിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതിനു മുമ്പ് ഇവൻ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ പഠിച്ചിട്ടുണ്ട്. അത്ര പറയുന്നുള്ളൂ. പിന്നെ ഇവന്റെ മേഖല ഇവരാണ് ഡേറ്റ മൈനിങ്, എത്തിക്കൽ ഹാക്കർ, അങ്ങനെ കുറെ പരിപാടികളൊക്കെയാണ് ഇവന്റെ സംഭവം. ഇവൻ ഭയങ്കര ഒരു ടെക്കിയാണ്, ഭയങ്കര എക്സ്പെർട്ട് ആണ്, എത്തിക്കൽ ഹാക്കർ ഒക്കെ ആണെന്നാണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നൈസ് അങ്ങനെയാണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവനൊരു ഭൂലോക മണ്ടനാണ്. നീ ഒരു മണ്ടനായതുകൊണ്ടല്ല ഒരു സാധാരണക്കാരായ എനിക്ക് ഒരു മീഡിയ ഹൈപ്പ് പോലും കൊടുക്കാതെ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇതിനെ ഇവിടെ കൊണ്ടുവരാനുള്ളത് എന്റെ ഉത്തരവാദിത്തം. ഈ വീഡിയോ റിയാക്ട് ചെയ്ത് സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോയിലായിരുന്നു തോന്നുന്നു. അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് പേര് ഒരാളുടെ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കയറി നോക്കി, പല സ്ഥലങ്ങളും കണ്ടു, ഇയാളുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇവിടെ വെക്കുന്നില്ല. മറ്റു പല യൂട്യൂബേഴ്സും വെച്ച് കണ്ടിട്ടുണ്ട്. ഇവരിതുവരെ റിവീൽ ചെയ്തിട്ടില്ലല്ലോ. ഇവർ റിവീൽ ചെയ്ത ശേഷം മാത്രം അതിന് മുന്നേ എനിക്ക് ആ ഫോട്ടോസ് ഒന്നും ഇവിടെ വെക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ കിടന്ന് കളിക്കുന്ന പേര് വെച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ആരോപണം ഇതിൻ്റെ ഫോട്ടോ കണ്ടു. പഞ്ചപാവം, ഫോട്ടോ കണ്ടാൽ വളരെ പാവമായിട്ടുള്ള ഒരു ഉറുമ്പിനെ പോലും നോവിക്കുമോ എന്ന് തോന്നിക്കുന്ന തരത്തിലെ മുഖഭാവങ്ങളും എക്സ്പ്രഷൻസും ഒക്കെയുള്ള ഒരു വ്യക്തി. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും പിന്നെ ലുക്കും വെച്ചൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവൻ. ഈ മാന്യതയുടെ മുഖംമൂടി ഇട്ടേക്കുന്ന
ഒരു അലവലാതി, തന്തയില്ലാത്ത അലവലാതിയാണ് ഇവൻ. അത് ഇവർ ഫേസ് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കില്ലാടി യുവാവാണ്. അയാൾ തന്നെ ആണെങ്കിൽ കില്ലാടി യുവാവാണ്. ഇയാളുടെ ഗിറ്റ്ഹബ് ഒക്കെ ഞാൻ എടുത്ത് നോക്കി, സീൻ കോൺട്രിബ്യൂഷൻസ് സാധനങ്ങളൊക്കെ ഭയങ്കര ചില്ലറ കഴിവുകളൊന്നും അല്ല ഇവരുള്ളത്. ഇവന്റെ സ്കിൽ സെറ്റ് ആണെങ്കിലും കാര്യങ്ങൾ, ഇവൻ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇവന്റെ പ്രൊഫൈലെല്ലാം ഭയങ്കര ഹൈ പ്രൊഫൈലാണ്. ടെക് മേഖലയിലെ കഴിവുകൾ, സാധനങ്ങൾ, ഗിറ്റ്ഹബ് കോൺട്രിബ്യൂഷൻസ് സാധനങ്ങളെല്ലാം വേറെ ലെവൽ ഐറ്റംസ് ആണ്. നിനക്ക് ഇതിന് മാത്രം മാനസിക രോഗം എവിടെ നടന്നേക്കുന്നത്? ഇത്രയും സമയമുണ്ടോ? ഇതിന് മാത്രം സമയമുണ്ടോ? നിന്റെ പ്രൊഫൈൽ, നിന്റെ മുഖം കണ്ടാ പറയുവാണോ നീ ഇത്രയ്ക്ക്? നീ മാന്യനാണോ നിന്റെ മുഖം കാണുമ്പോഴത്തേക്കും? നിന്റെ ഫോട്ടോസ് പലർക്കും ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ ചെയ്യുവോ? ഇവൻ ഇങ്ങനെ ചെയ്യുവോ? ഇവനെ കണ്ടാ പറയത്തില്ലല്ലോ. അതാണ്, കണ്ടാ പറയത്തില്ല പല ആൾക്കാരും. പകൽമാന്യന്മാരായിരിക്കും, പക്ഷെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അത് വേറെ ആയിരിക്കും. അവര് ചോദിച്ച പോലെ തന്നെ ഇവൻ എവിടുന്നാണ് ഇതിന് മാത്രം സമയം കിട്ടുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇത്രത്തോളം അത്രയും ഈ സാധനങ്ങളെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇവൻ എങ്ങനെയാണ് സമയം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ വർക്കും ഈ കമന്റ് ഇടലും പരിപാടിയൊക്കെ എങ്ങനെ ഇവൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എനിക്കറിയത്തെ. വർക്കിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇവൻ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഡെഡിക്കേഷനും സാധനങ്ങളല്ലേ ഇവൻ ഇവർക്ക് കമന്റ് ഇടുന്നതിനല്ല കൊടുക്കുന്നതെന്ന് തോന്നുന്നു. വലിയ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവൻ ഓഫീസിൽ വലിയ പണിയൊന്നും കാണുമല്ലോ, വലിയ ഹൈ പൊസിഷനിൽ വല്ലതായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിച്ചാൽ മതിയായിരിക്കും. ഇവനായിട്ട് സ്വന്തമായിട്ട് പണിയൊന്നും കാണുമല്ലോ. അപ്പോൾ ഓഫീസിൽ വെറുതെ കുത്തിയിരിക്കുമ്പോൾ എന്റർടൈൻമെന്റ് വേണ്ടേ, അതിനുവേണ്ടിയായിരിക്കും ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോക്ക് ആയിട്ടുണ്ടാവും. ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. എനിക്കൊരു ഇമെയിൽ വന്ന ആ മൊമെന്റ്, അതായത് ഇവൻ ഡെയിലി ഇമെയിൽ അയക്കുമല്ലോ, എനിക്ക് ഇമെയിൽ വന്ന ആ മൊമെന്റിലാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. അപ്പൊ ഇവൻ ഷോക്കായി, ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഇവനെ വിളിച്ചു വാട്സപ്പിൽ. അപ്പൊ ഇവൻ എടുത്തില്ല. ഞാൻ ഇവരെ വാട്സപ്പിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഫോൺ വിളിച്ചു. അപ്പൊ അവിടെ US ടൈം ഒരു 10 മണി എന്നാണ് തോന്നുന്നു രാത്രിയിൽ. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ്, നീ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആള് വാട്സപ്പിൽ തിരിച്ച് വിളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രം പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ല അത്. അതായത് ഇറ്റ്സ് അബൌട്ട് ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് ഓൺലൈൻ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്തു? അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല, അത് നീ ആണെന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തത്, അവൻ അറിയാം. എന്നിട്ടാണ് അവന് വേണ്ടി കളിക്കുന്നത്. ഇത് മറ്റേ ദൃശ്യത്തിനകത്ത് പോലീസുകാർ വീട്ടിൽ വരുമ്പോ 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയേക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെ മെസ്സേജ് അയച്ചപ്പോഴേക്ക് അയ്യോ അത് ഞാനല്ല, 100% നിങ്ങൾക്ക് ആൾ മാറിയതാണ്. ഇതിലും വലിയ കോമഡി ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ മുന്നോട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അയച്ചൊരു മെയിലുണ്ട് മോനെ. യൂട്യൂബറാണ്. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് എന്നെയും എന്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് വൈ എന്നുള്ളത് ചെയ്ത ആൾക്കറിയാം, വൈ എന്നുള്ളത്. യെസ്. സോ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. he has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത്. ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they are not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ്. ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ടോട്ടലി ലീഗലായിട്ട് നീങ്ങാണ്. അതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ്, അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, ഇവിടുത്തെ ലൈക്ക് അതെടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകളെടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. I don't know who you are. Okay. I don't know who you are. I'm not sure what this is about. Okay. I just woke up in the morning and I have voicemail from you saying that you want to talk to me. Like, yes. I don't know what this is about. Like, seriously. And whoever your cyber team is, you need to check this again. Because what is this IP? What is this IP thing that you're talking about? അതൊക്കെ ഞാൻ വഴി ഷെയർ ചെയ്തോളാം. So I'll be dealing with. You don't have to contact me again. Because of course I'm not contacting you. ഞാൻ just എന്റെ ഒരു മര്യാദയ്ക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കോൺടാക്ട് how did you ചെയ്തത്. get my contact details? Of course it's very easy. If you say it's very easy, then you should have cross-checked the emails too, right? Of course നിങ്ങളുടെ വെബ്സൈറ്റിൽ എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ലിങ്ക്ഡിനിലും നിങ്ങളുടെ വെബ്സൈറ്റിലും In my LinkedIn and my website, I don't have any of the emails that you're showing. Plus there are many whatever. Like, this is not me. There's only one that I know about. Okay. Other than me. Who studied in Manipal University? Yeah. See, listen. Who studied in Indian School, Muscat? See, listen to me. Do you want me to dig up into everything? Okay, listen. Okay, fine. Okay. ഞാൻ എന്തായാലും പോകുന്നില്ല. Yes. ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി വന്നതല്ല സുഹൃത്തെ. I just want to talk to you peacefully. ഒരു മിനിറ്റ്. Let me tell you. Tell me any of these things. Please, can you tell me what did I even say? Okay, do you want me to send everything to you? What is this that you're talking about? Okay, fine. Okay. എനിക്കൊന്നും അറിയില്ലല്ലേ? No. Listen to me. Fine, like, fine. Okay. I don't know who you are. Yeah, I know. I understand. I've never seen you. Like, I'm getting a random call this morning. Okay. Claiming that I did something. Yeah. Like, who are you? എന്തായാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ്. ലൈക്ക് ഇങ്ങനെ ഒരു റാൻഡം കോൾ വന്നപ്പോഴത്തേക്കും ഇത്രയും സമയം എടുത്തതിനോട് സംസാരിക്കാൻ കാണിച്ചത് സന്തോഷം. ഇൻ കേസ് ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? ഞാനും എന്റെ അമ്മ വൈഫ് ചെയ്തിട്ടില്ലല്ലോ.
ആരാ? താൻ ആരാ ഇന്തോ വേണ്ടേ? താൻ ആരാ? ഞാൻ അവരുടെ ഫാദറാണ്. ഫാദറാണോ? ഫാദറിന്റെ പേര് എന്താ സാറേ? എടോ, ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദറാണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ, അച്ഛനെന്നല്ല പറഞ്ഞത്, ഞാൻ അവന്റെ അപ്പനാണ് പറഞ്ഞത്. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ പറ. അത് ശരി. ഞാൻ ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ട്രൈങ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഡിഡ്ന്റ് കോൾ യു. ഓഹോ, കണ്ടോ, മനസ്സിലാവുന്നതല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് നിനക്ക് എന്തോ മനസ്സിലായെന്ന് പറ. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തോ പരിപാടിയാണോ? പറഞ്ഞോ. See, I'm speaking. I'm his wife. I'm Shweta. Hi. So what this about is, I'll ask my husband to send it to you. You just go through it and please show to your father also. But it's come all, it's the IP readings, everything has come against in your name. That is the reason we called you. No arguments, nothing. We just want to finish here. We don't want anybody to fall in trouble. So we just called you to talk to you about this. What is this IP readings? Do you guys not know about VPN? It's like, what's going on? That also I will tell you. The VPN, the VPN which we got is from your college, from the way you're working. I'm not working in a college right now. What is this VPN? What's this? Okay, Is I'll this send. a prank? It's not a prank. We don't know who you are, but we called you is just because we are having your name come in the list as a top priority. That is the reason I'm calling. That's why my husband actually called you. It was an assault for myself. I had got a lot of. Okay, I'll tell you. She's a female. Okay, an Indian citizen. She's a female and she has faced all these things. Why would I do anything against someone? We didn't say that you did it. We didn't They say say that you did it. We didn't say that you did it. We didn't say that you did. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ഇത് പ്രാങ്കോ സ്പാമോ ഒന്നും അല്ല. നിങ്ങൾ കുറ്റം ചെയ്തതായിട്ട് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ട്രാക്ക് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളാണ് നമ്മുടെ പ്രൈമറി സസ്പെക്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ ഒരു ലീഗൽ മൂവ് നടത്താൻ പോകുന്നു. ബിക്കോസ് യു ആർ സസ്പെക്ട്. വി ഡിഡ്ന്റ് സേ ദാറ്റ് യു ഡിഡ് ക്രൈം. യു ആർ സസ്പെക്ട്. സോ അത് അങ്ങനെ ഒരു കേസ് നമ്മളിവിടെ നിങ്ങളുടെ പേരിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാമെന്ന് കരുതി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. Oh my god. Okay, so if you haven't done any crime, you're safe. You have all the freedom to prove it. And if you have done other crime, like adu ningalku confess cheyanamennil you can confess, or else like we can see like our legal side samayam varumbo you can confess. See, I don't have the time to deal with all this. Okay, so when something legal things happens, you can find time for that. If you are going to say something, please double check, triple check, cross check, 4 times, Sure. whatever, because Yes. before you really assault someone's character. Yes. That's one thing. Second thing, I do not have the time for all of this, and I don't know what cybersecurity firm that you hire, but you definitely need to be corrected again. Okay. Get a second or third cybersecurity person as well. Okay. The emails. Don't worry, there are 5 people working behind you. 5 people working behind me for what? Like, I didn't do anything. The second thing, you better check all the emails. Okay, there are people impersonating people, that's for sure. Okay. But yeah, none of the emails that you sent me, I don't have any doing with that. It's not on my LinkedIn, it's not on my website, whatever. So please, just Okay, fine. Anyway, thank you for your time. Appreciate your time. Yeah, of course, even I don't have time. Appreciate your time. Thank you for talking to me this much. You got someone else confused here. Okay. Okay, thank you. Bye-bye. ഈ 8 മിനിറ്റ് സംഭാഷണം, അതായത് ഒരു പരിചയവും ഇല്ലാത്ത ഒരാള്, നിങ്ങൾക്ക് അറിയത്തും കൂടി ഇല്ലാത്ത ഒരാള് നിങ്ങളെ വിളിച്ച് 8 മിനിറ്റ് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കൂ? എനിക്കറിയാം, എന്നെ ആരെങ്കിലും ഇങ്ങനെ വിളിക്കുകയാണ്, ഞാൻ പറയും ഈ ക്യാൻ ഗോ ലീഗലി, നിങ്ങൾ ലീഗലി പോയിക്കോ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ലീഗലി വെക്കോ, നിങ്ങൾ എനിക്ക് സമയമില്ല തന്നെ പറയുള്ളൂ. ഓക്കെ, അതിപ്പോൾ ശരിയാണ്. നമ്മളിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനിപ്പം എനിക്കാണ് ഇങ്ങനെ ഒരു കോൾ വരുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ 100% തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവരോട് പറയും ലീഗലി മുന്നോട്ട് വെക്കോ, ഞാനതൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്തായാലും നമ്മളും പെരുമാറുന്നത്. ഇവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് 100% പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഉള്ള തെളിവുകൾ ഇവൻ തന്നെ ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഇവന് മെസ്സേജ് അയച്ചു, നീ ഇത്ര ഭീരുവാണോ, നീ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവന് വീണ്ടും ആക്ടിവേറ്റ് ആക്കി മണ്ടൻ. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കും ഇവന്റെ വെബ്സൈറ്റ്, ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ A-to-Z വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ്. 2 ദിവസമായി പരിപാടി എല്ലാം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ്. ഇവൻ്റെ ഗിറ്റ്ഹബ് ആക്റ്റീവാണ്, ലിങ്ക്ഡിൻ ആക്റ്റീവാണ്. ലിങ്ക്ഡിനിൽ ഇപ്പോൾ ഫോട്ടോ ഇല്ലെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ ഫോണിനകത്തൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കിയിട്ടില്ല. ഇവൻ്റെ വെബ്സൈറ്റ്, ഇവൻ്റെ ഗിറ്റ്ഹബിൽ ഇവൻ്റെ വെബ്സൈറ്റിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. ആ വെബ്സൈറ്റ് ഇപ്പോൾ ഇല്ല. ഇവൻ ആ വെബ്സൈറ്റ് ടേക്ക് ഡൗൺ ചെയ്തു. ശരിയാണ്, ഫൈനലി ഇവൻ ഈ സർക്കുലേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കത്തക്ക വിധമാണ് കാര്യങ്ങളെല്ലാം വരുന്നത്.
ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ്, നിനക്ക് വേണ്ടിയാണ് പറയുന്നത്, നീ തന്ന നിന്റെ മറ്റൊരു തെളിവ്. കറക്റ്റ് 6:45 ഞാൻ 6:45 മറ്റാണ് ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് 8:30 ആയപ്പോഴത്തേക്കും ഇവന്റെ മെയിൽ, അതായത് ഇവൻ സാധാരണ അയക്കുന്ന രീതി ഇവന്റെ മെയിൽ, എന്നിട്ട് ഇവന്റെ മെയിൽ ഇവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷിൽ ഭയങ്കര ഒരു കോട്ടയം കോട്ടയം സ്ലാങ് ആണ്. ഇവൻ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ. ഇവനെ പറ്റിയ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ചിരുന്നു. കോട്ടയം ആ ഒരു കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ്. ഇവൻ ക്രിസ്ത്യാനിയാണ്. പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇവന്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ആ എന്റെ ഫൈൻഡ് ഔട്ട്സ് എല്ലാം കറക്റ്റ് ആക്കുന്നതായിരുന്നു ഇവന്റെ ബിഹേവിയർ, ബാക്കിയുള്ള പരിപാടികൾ. എന്നിട്ട് അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈൻ. ഐ ഗോട്ട് ദ റോങ് ഗൈൻ നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട അല്ലെ? നീ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈൻ? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകട്ടി ഇംഗ്ലീഷിൽ, കട്ടുകട്ടി ഇംഗ്ലീഷിൽ. അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ മെയിൽ അയച്ചിട്ടില്ല. എടാ ലേശം വിവരമില്ലടാ ഇവര് ലെവലേശം ബുദ്ധിയില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തൊരു മണ്ടനാണ്. ഇവൻ ഇത്രയും കാലം ഉണ്ടായിരുന്നു ഇവൻ്റെ കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നു ഇവൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് തല്ലി തകർക്കപ്പെട്ടപ്പോൾ ഇവന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിരൽ പിടിച്ച് പ്രഷർ കയറിയിട്ട് ഇവൻ്റെ ബുദ്ധിയൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇവനിങ്ങനെ പേടിച്ച് വയ്യാണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, എന്ത് ചെയ്യുമെന്ന് യാതൊരു ബോധമില്ലാതെ ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ ഇവനെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇവന് ബുദ്ധിയൊന്നും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല, ടെൻഷൻ അടിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാട്ടിക്കൂട്ടുന്നതാണ് ഇത് മൊത്തം. എടാ മണ്ടരാവടാ നീ. അത് നമുക്ക് പറയാൻ പറ്റില്ല കേസ്. ഇങ്ങനെയുള്ള ഇത്രയും പ്രഷറിൽ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ചിന്തിക്കാനൊന്നും പറ്റില്ല, സ്വാഭാവികമാണ്. എന്നാൽ എനിക്കത് മനസ്സിലാവാതെ ഇവൻ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചത്, മെസ്സേജ് അയച്ചതും സുജിത് ഭക്തനും അറിയാം, സുജിത് ഭക്തൻ്റെ ഭാര്യയ്ക്കും അറിയാം, ഇവനും അറിയാം. ഇവനും മാത്രമേ അറിയൂ, മറ്റൊരാൾക്കും അറിഞ്ഞൂടാ. ഇവനല്ല എന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് അയക്കുന്ന ഒരാൾ വേറെ ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ അറിയാനാണ് ഈ സുജിത് ഭക്തൻ ഇവനെ വിളിച്ച് സംസാരിച്ച കാര്യം? എന്നിട്ട് ബെയിൽ അയച്ചേക്കുന്നത് 100% നിങ്ങൾക്ക് വേറെ ആളെ കിട്ടിയത്, അത് ഞാനല്ല. അപ്പോൾ 100 അല്ല 200% നമുക്ക് ഉറപ്പിക്കുക ഇവൻ തന്നെയാണ് ഈ പരിപാടിയെല്ലാം കാണിക്കുന്നത്. ഫോൺ വിളിച്ചപ്പോൾ ഭയങ്കര അഭിനയമായിരുന്നു, ഞാനല്ല, നിങ്ങളത് ഡബിൾ ചെക്ക് ട്രിപ്പിൾ ചെക്ക് 4 വട്ടമൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവൻ തന്നെ കൊണ്ട് കല ഉടച്ചു. ഇത് 100% നിങ്ങൾക്ക് വേറെ ആളെയാണ് നിങ്ങൾ വിളിച്ചത്, 100% നിങ്ങൾ വേറെ ആളെയാണ് മെസ്സേജ് അയച്ചത്. കോവിഡ് തന്നെ വലിയ കാര്യം. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കണ്ടുകെട്ടി ഇംഗ്ലീഷിൽ പ്യുവർ ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. വായിച്ചോട്ടെ മെയിൽ. ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ടു ഗെറ്റ് IP addresses of all other email. പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ ഉമ്മാക്കാനാണ്, ഞാൻ റിപ്പോർട്ടറാണ്. ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ publishing and causing severe damage to an otherwise innocent person's reputation can have disastrous consequences for you based on mere speculation and guesswork. ഞാനിപ്പോ ഈ വീഡിയോയിൽ ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ നിന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല, നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല, നിന്റെ പേര് പറഞ്ഞിട്ടില്ല, നിന്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല, നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇല്ലേ? പിന്നെ since you have blatantly exposed this identity, if he comes to know about it, you are in for deep trouble. ആണോ മോനെ? ചക്കരെ എന്നിട്ട് ഇവന്റെ ഒരു ഭയങ്കര വാർണിംഗ്. എന്നിട്ട് അതിന്റെ അവസാനം ഇവൻ എഴുതിയിരിക്കുകയാണ്, all you want to do is show off your fatty wife who is not capable of anything other than eating and packing those kilos that you are a hero, and then you gain sympathy from the users. You make a video being the crybabies you are. Unfortunately, you are nothing but a shikari shambu, Miss Fatty, as you say. I cannot break you mentally. That was the least thing I wanted to. You do not even have the mental strength and determination. ഇവൻ അവിടെയും ഇവൻ വീണ്ടും ഇവന്റെ ഫ്രസ്ട്രേറ്റഡ് സാധനം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻ എ വെരി ഡീസന്റ് ലാംഗ്വേജ് മാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അതൊക്കെ വീണ്ടും നീ തന്നെയാണെന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് വേണം ഇപ്പൊ നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് സ്റ്റാർ ആവാം ഇപ്പം. പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യില്ല, ഞാൻ ചെയ്യും, അത് സമയമാകുമ്പോൾ ഞാൻ ചെയ്യും. അത് മാത്രമല്ല, നീ വർക്ക് ചെയ്യുന്ന കമ്പനി, നീ വർക്ക് ചെയ്യുന്ന നിന്റെ കൊളീഗ്സ്, നീ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികള്, പിന്നെ നീ പഠിച്ച കോളേജ്, നിന്റെ പഴയ ഫ്രണ്ട്സ്, ഇവരെ നിന്റെ ഫാമിലി മെമ്പേഴ്സും ഇവരെല്ലാവരും നിന്റെ തനി സ്വഭാവം ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പോരെ? അപ്പോൾ അവൻ്റെ ആ കഴപ്പങ്ങ് തീർന്നിട്ടിട്ടുണ്ട്. അവൻ തന്നെയാണ് ഈ പരിപാടികളെല്ലാം ചെയ്തതെന്നുള്ള 100% തെളിയിക്കുന്ന രീതിയിൽ അവൻ തന്നെ കാര്യങ്ങൾ അവസാനം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ സുജിത് ഭക്തൻ ഇതുവരെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, പേര് റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ സുജിത് ഭക്തനൊക്കെ അത് റിവീൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് വേണം ഈ നാറിയുടെ ഫോട്ടോ വെച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ. അറിയണം, ഇവൻ നാണം കെട്ടണം. ഇവൻ്റെ തനി കണം, ഇവൻ്റെ ഫേസ് ഉണ്ടല്ലോ, ഇവൻ്റെ ഫേസ് കണ്ടാൽ നമ്മളിങ്ങനെ അയ്യോ പാവം പിഞ്ച് കുഞ്ഞ്, അയ്യോ പാവം, എന്ത് പാവമല്ലേ ഇവൻ, വളരെ നല്ല മനുഷ്യൻ തോന്നിക്കുന്ന ഇവൻ്റെ ആ ഫേക്ക് മോന്തണ്ടല്ലോ, ആൾക്കാരുടെ മുന്നേ വലിച്ചു കയറണം. ഇവൻ നാണം കെട്ട് ഇവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കമ്പനി സകല സ്ഥലത്ത് ഇവൻ നാറണം. അത് തന്നെയാണ് വേണ്ടത്. ഇവൻ നാണം കെട്ടി ഇവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചു കിട്ടണമെന്നാണ് എൻ്റെ ഒരു അവിടെ ആ ലെവലിൽ കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യണം. ഇങ്ങനെ പബ്ലിക് ന്യൂസ് ചാനലിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ കമ്പനിയിൽ ജോലി ചെയ്യരുത് എന്നൊക്കെ
കമ്പനിക്കാർ തീരുമാനം എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമായിരുന്നു. ഇവൻ ഇങ്ങനെ സൈക്കോപാത്താണ്, മറ്റുള്ള ആളുകളെ ഇങ്ങനെ ബുള്ളി ചെയ്ത് മെൻ്റലി അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ഇവനെ ജോലിയിൽ നിന്നൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും എത്രയും വേഗം ഇവർ ബാക്കി തെളിവുകളും സാധനങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ഇവൻ്റെ ഫേസ് റിവീലും ഇവൻ്റെ പേരും ഫേസും എല്ലാം റിവീൽ ചെയ്യട്ടെ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം 4 വർത്താനം പറഞ്ഞ് ഇവൻ്റെ ഫോട്ടോ വെച്ച് 4 വർത്താനം പറഞ്ഞ് എനിക്കൊരു വീഡിയോ ഇടാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.